ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വെച്ചാൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ട്രെൻഡിങ് ട്രാൻസിഷനാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അലൈറ്റ് മോഷൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അലൈറ്റ് മോഷൻ്റെ XML ഫയലിൽ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത മെറ്റീരിയൽസും സീം ബാക്കും ഞാൻ ഡിസ്ക്രിപ്ഷനിലും ടെലിഗ്രാം ചാനലിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് വെക്കുക. സോ ഗൈസ്, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതിനെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കിയിട്ട് ഇതുപോലെ ബീറ്റിനനുസരിച്ച് കട്ട്സൊക്കെ സെറ്റ് ആക്കി വെക്കാം. സോ ഇതിൽ കാണുന്ന ഒരു എഫക്റ്റുകൾ ആഡ് ആക്കണേ. അപ്പോൾ ഫസ്റ്റ് കട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ടെയിൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ടെയിൽസ് എഫക്റ്റ് സെർച്ച് ചെയ്തിട്ട് ഈ ഒരു എഫക്റ്റ് ആഡ് ആക്കിയിട്ട് ഈ ഒരു എനേബിൾ ചെയ്യാനുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് ബാക്ക് അടിക്കാം. ശേഷം വീണ്ടും ആഡ് എഫക്റ്റ് കൊടുത്ത് നമുക്ക് സെർച്ചിൽ പിഞ്ച് ബൾജ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. സോ ഈ ഒരു എഫക്റ്റ് ആഡ് ആക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ 100 ആക്കി കൊടുക്കാം. ദെൻ നമുക്ക് ഈ ഒരു റേഡിയസും ഫുള്ളാക്കി കൊടുക്കാം. ശേഷം ഈ ഒരു സ്ട്രെങ്ത്തിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് കുറച്ച് നീക്കിയിട്ട് സെൻട്രലായിട്ട് അതിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കാം. ഓക്കെ, ദെൻ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഗ്രാഫ് കൂടെ ഇതിലേക്ക് സെറ്റാക്കി കൊടുക്കാം. സോ അപ്പോൾ അവിടെ ഒരു സ്മൂത്ത് ആയിട്ട് ഒരു സൂം എഫക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ദെൻ നമുക്ക് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ച് വീണ്ടും ആഡ് എഫക്റ്റ് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഓക്സിലേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് ആഡ് ആക്കി കൊടുക്കാം. സോ ഈ ഒരു എഫക്റ്റ് ആഡ് ആക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ആംഗിളിൻ്റെ അവിടെ എൻഡിലായിട്ട് ഫസ്റ്റിനെ 0 ആക്കി കൊടുക്കാം. സോ ഈ ആംഗിളിൻ്റെ വാല്യൂ ഫസ്റ്റിനെ 0 ആക്കിയിട്ട് എൻഡിലായിട്ട് അതിൻ്റെ വാല്യൂ ആംഗിളിൻ്റെ വാല്യൂ നമുക്ക് ഒരു 200+ ആക്കി കൊടുക്കാം. 200+ ആക്കിയിട്ട് ഒരു 219 ഒക്കെ ആക്കി കൊടുക്കാം. ദെൻ നമുക്ക് ഇതിലേക്ക് എൻഡിലേക്ക് കൊണ്ടുപോയിട്ട് ഈ ഒരു ഗ്രാഫ് കൂടെ ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കാം. ശേഷം നമുക്ക് ബാക്ക് അടിച്ച് ഈ ഒരു ഫ്രീക്വൻസിയുടെ വാല്യൂ ഒരു 10 ആക്കി കൊടുക്കാം. 10 ആക്കി കൊടുക്കാം. ദെൻ ഈ ഒരു മാഗ്നിറ്റ്യൂഡ് നമുക്ക് ഫസ്റ്റ് തന്നെ 0 ആക്കി കൊടുക്കാം. ദെൻ ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ആക്കിയിട്ട് എൻഡിലേക്ക് കൊണ്ടുപോകാം. എൻഡിൽ നമുക്ക് അതിൻ്റെ വാല്യൂ ഒരു 64 ആക്കി കൊടുക്കാം. ദെൻ നമുക്ക് ഇതിൽ എൻഡിലേക്ക് കൊണ്ടുപോയിട്ട് ഈ ഒരു ഗ്രാഫ് കൂടെ ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കാം. ഓക്കെ, ദെൻ നമുക്ക് ഈ ഒരു 3 ലൈൻ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ഷെയ്ക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എഫക്റ്റ് കോപ്പി ചെയ്യാം. ഷെയ്ഡ് എഫക്റ്റ് കൊടുക്കാം. ഷെയ്ഡ് എഫക്റ്റ് കൊടുത്ത് നമുക്ക് മോഷൻ ബ്ലർ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഒരു മോഷൻ ബ്ലർ എന്നുള്ള ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച് നമുക്ക് ഈ ഒരു ആഡ് എഫക്റ്റ് കൊടുത്ത് ഓട്ടോ ഷേക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് ആഡ് ആക്കി കൊടുക്കാം. ഓക്കെ, ഓട്ടോ ഷേക്ക് എഫക്റ്റ് ആഡ് ആക്കിയിട്ട് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് ഫസ്റ്റിന് 0 ആക്കിയിട്ട് ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ആക്കി എൻഡിൽ നമുക്ക് അതിൻ്റെ വാല്യൂ ഒരു 100 ആക്കി കൊടുക്കാം. ദെൻ ഈ ഒരു ഗ്രാഫ് കൂടെ ഇതിലേക്ക് ആഡ് ആക്കാം. ശേഷം കുറച്ച് നീക്കിയിട്ട് സ്റ്റാർട്ടിങ്ങിലായിട്ട് ഇവിടെ ആയിട്ടൊരു കീ ഫ്രെയിം ആഡ് ആക്കി സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് 100 ആക്കി കൊടുക്കാം. ഓക്കെ, ദെൻ കുറച്ച് നീക്കി വെച്ചിട്ട് ഇവിടെ എവല്യൂഷൻ്റെ അവിടെ ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ആക്കി എൻഡിൽ കൊണ്ടുവന്നിട്ട് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കാം. സോ ഒരു 5 ആക്കി കൊടുക്കാം. ദെൻ നമുക്ക് ഈ ഒരു ഗ്രാഫ് കൂടെ ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കാം. ഓക്കെ, ഇതേപോലെ തന്നെ എവല്യൂഷൻ നമുക്ക് എൻഡിലും ജസ്റ്റ് ഒന്ന് സെറ്റാക്കി കൊടുക്കാം. ഒരു 5 ആക്കി കൊടുക്കാം. ദെൻ ഈ ഒരു ഗ്രാഫ് കൂടെ ആഡ് ആക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ബാക്ക് അടിച്ച് ഈ ഒരു ആഡ് എഫക്റ്റ് കൊടുത്ത് നമുക്ക് നെക്സ്റ്റ് ആയിട്ട് RGB ലൈറ്റ് എന്നുള്ള RGB സ്പ്ലിറ്റ് എന്നുള്ള ഈ ഒരു എഫക്റ്റ് ആഡ് ആക്കി കൊടുക്കാം. ദെൻ നമുക്ക് അതിൻ്റെ എൻഡിലത്തെ വാല്യൂ ഫസ്റ്റിന് 0 ആക്കി കൊടുക്കാം. ദെൻ ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ആക്കി സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് 10 ആക്കി കൊടുക്കാം. ദെൻ ഈ ഒരു ഗ്രാഫ് കൂടെ ആഡ് ആക്കി ബാക്ക് അടിക്കാം. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഫൈനലായിട്ട് ഈ ഒരു ഗോഷൻ ബ്ലർ എന്നുള്ള ഒരു ബ്ലർ ആഡ് ആക്കി കൊടുക്കാം. ശേഷം നമുക്ക് സ്റ്റാർട്ടിങ്ങിലെ എൻഡിങ്ങിലുമായിട്ട് ഈ ഒരു ബ്ലർ
കൊണ്ടുപോയിട്ട് ഇവിടെ വെച്ച് നമുക്ക് ഈ ബ്ലറിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കാം. സോ 2 സ്ഥലത്തും ഇതുപോലെ 0 ആക്കിയിട്ട് ഈ ഒരു ഗ്രാഫ് കൂടെ ഇതിലേക്ക് ആഡാക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു എഫക്റ്റൊക്കെ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് അപ്പോഴത്തെ കട്ട്സിലൊക്കെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു ട്രാൻസിഷനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.